മേഡത്തിനോട് വേറൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്താ? വാർഷികം നടത്തുക, കുറച്ച് കലാപരിപാടികൾ ഉണ്ടാവുക, അതൊക്കെ സ്ഥിരം നടത്തുന്നതാ. അല്പം കൂടി പ്രോഗ്രസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അസോസിയേഷൻ ഒരു താല്പര്യം. എല്ലാവരും കൂടി ചിന്തിച്ചപ്പോ കൃഷിയെക്കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും ഒരു അവയർനെസ് ക്ലാസ് കിട്ടുമെങ്കിൽ അതും ഒരു ആലോചനയാണ്. സാർ, അത് നല്ല ഇருக்கு സാർ. ഇപ്പൊ എങ്ക பார்த்தாலும் മായന്താ മായന്താ മായന്താ. അത് കറക്റ്റാ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും ആളുകൾക്കൊരു അവബോധം. അത് വെറുമൊരു ചർച്ചയിൽ ഒതുക്കിയിട്ട് കാര്യമില്ല. തെളിവടക്കം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഫംഗ്ഷന് വിളമ്പുന്നതെല്ലാം ജൈവ പച്ചക്കറികളായിരിക്കണം. പറ്റുമെങ്കിൽ ആ ജൈവ പച്ചക്കറികൾക്കെല്ലാം ഒരു സ്റ്റാൾ അസോസിയേഷന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നാൽ നല്ലതായിരിക്കും. അതിന്റെ ചാർജും സുജാത മേഡത്തിനാണ്. അതിന് മാറ്റമൊന്നും പറയരുത്. അതിപ്പോ ഓർഗാനിക് പച്ചക്കറികൾ വിൽക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ടല്ലോ. അവരെ ആരെങ്കിലും കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതിനെന്ത്? ജൂനിയർ ആണെങ്കിലും മോളും അസോസിയേഷനിലെ അംഗമല്ലേ? പറയൂ മോളെ. ഞാനൊരു കാർഷിക ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനൊരു അവസരം അവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ വേറെന്താ? മണ്ണിന്റെ മണമറിയുന്ന കർഷകനിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നതിൽ ജെന്യൂനിറ്റി വേറെന്താ ഉള്ളത്? സുജാത മേഡം ഒന്നും പറഞ്ഞില്ല. എനിക്കും എന്റെ മോൾക്കും കൂടി ഒരു നാവേ ഉള്ളൂ, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അതുകൊണ്ട് മോള് പറഞ്ഞതുപോലെ ചെയ്യാം. മാത്രമല്ല, നമ്മുടെ അസോസിയേഷനിൽ താല്പര്യമുള്ള എല്ലാവർക്കും ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ വേണ്ട പച്ചക്കറികള് അവിടുന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാടും ചെയ്യാം. അപ്പൊ മോളെ ആദ്യമായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. കേട്ടില്ലേ മോനെ? അസോസിയേഷൻ വാർഷികത്തിനുള്ള പച്ചക്കറികള് നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് തീരുമാനം. അതിന്റെയൊക്കെ കാര്യം എന്താ? ഈ ജൈവവളം മാത്രം ചെയ്യുന്ന കർഷകര് അത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ഉറപ്പെന്താ? ഒരു ലേബല്. അങ്ങനെയൊന്നുമില്ല. അവര് പാടത്ത് പണിയെടുക്കുന്നത് എല്ലാവരും കാണുന്നതല്ലേ. അവരാരും അങ്ങനെ ഒരു കൃത്രിമവും ചെയ്യാറില്ല. എന്തായാലും ഒരു തവണ നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ ജീവൻ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എങ്ങനെയാ നിത്യമോളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും നേരിട്ട് വരണോ? എന്തിനാ പണിക്കൊരു ബുദ്ധിമുട്ടുന്ന? മോള് സാറേയും കൂട്ടി പോട്ടേന്നേ. എല്ലാവരെ ഏൽപ്പിച്ചിട്ട് ഇവര് മടങ്ങിക്കോളും. വേണ്ട, അത് വേണ്ട. സാറയുടെ കൂടെ പോണ്ട. അല്ല, എനിക്ക് നിത്യയുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോ നിത്യയുടെ കൂടെ ഞാൻ കൂടെ പോവുകയാണെങ്കിൽ എല്ലാം കൂടെ നടക്കുമല്ലോ. അതാണോ കാര്യം? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. അപ്പൊ ജീവ, ഇതുവരെ അസോസിയേഷന്റെ കാര്യങ്ങളിൽ തന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വാർഷികത്തിന് വന്നും പോവുകയും മാത്രമായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. താൻ കുടുംബസ്ഥനാ. അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് ഇടപെടണം. കൃഷിക്കാര്യങ്ങൾക്കുള്ള പൈസയും ലിസ്റ്റും കുറച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിക്കാട്ടോ. എന്താ നിത്യമോളെ? സുജാതയുടെ മരുമോള് വലിയൊരു പരിഹാരം ഉണ്ടാക്കിയത്. പ്രാപ്തിയുള്ളവളാണെന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് പണിക്കരെ മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്റെ മോൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കിക്കോ.
ബാങ്കിലുണ്ടായിരുന്നത് മുഴുവൻ എടുത്തു. അത്യാവശ്യം കൈവായ്പ വാങ്ങിയവരോടെല്ലാം അത് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ടും അവർക്ക് കൊടുക്കാനുള്ളത് തികയുന്നില്ലല്ലോടാ. എന്ത് കഷ്ടാടാ നിന്റെ കാര്യം. കയ്യിലുള്ളതുകൊണ്ട് എത്ര ഭംഗിയായിട്ട് ജീവിച്ചിരുന്നാ നീ. ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നതേ നമ്മുടെ ഇഷ്ടത്തിന് എഴുതിയെടുക്കുന്നതല്ലല്ലോ. ആരോ എവിടെയോ ഇരുന്ന് എഴുതുന്നു, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇത്രയൊക്കെ നീ ചെയ്തിട്ടും അതിനൊരു പ്രതിഫലം ഇല്ലാതെ പോകുന്നല്ലോടാ. വീണയുടെ കയ്യിൽ നിന്നൊരു തെറ്റുപറ്റി. അത് തിരുത്താൻ നീ നിന്റെ സ്വപ്നങ്ങൾ പോലും വിൽക്കുന്നു. എന്നിട്ടും അവൾ നിന്നെ ഒന്ന് മനസ്സിലാക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പെണ്ണിൻ്റെ മനസ്സാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് പക്ഷെ എനിക്ക് തോന്നി പെണ്ണിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കാത്ത ആരോ അബദ്ധത്തിൽ എഴുതിപ്പോയതാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എഴുതിയത് മുഴുവൻ സത്യമാണെന്ന്. അതിന് വീണേക്കാളും വലിയൊരു സത്യം വേറെ ഇല്ലല്ലോ. മോനെ ഹരി, ഇത് വീണയുടെ വിവാഹ സമയത്ത് നമ്മളെടുത്ത ആഭരണങ്ങളാ. ഒന്നിച്ചുള്ള ജീവിതത്തിന് ഉപയോഗിക്കാനാണല്ലോ ഇതെല്ലാം കൂട്ടിവെച്ചത്. ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ച ചെയ്യാം. അതൊന്നും വേണ്ട മാവ, വേറെന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം. എടാ വേണ്ട, ഇക്കാര്യത്തിനു വേണ്ടി നീ ഒരാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുന്നത് കാണാൻ വയ്യ മോനെ. മോനെ, ഇത് നിഷേധിച്ച നീ എന്നെ നിഷേധിക്കുന്നതായിട്ട് ഞാൻ കരുതും. വാങ്ങും മോനെ, ദാ വാങ്ങ. എന്റെ ആഭരണങ്ങൾ എടുക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞേ? നിന്റെ ആഭരണങ്ങളോ? എന്ന് വെച്ചാ നീ അധ്വാനിച്ച പണം കൊണ്ട് മേടിച്ച സ്വർണമാണെന്ന് ആണോ? അച്ഛനടുത്ത് കൊടുക്കുന്നത് മനസ്സിലാക്കാം. ഉളുപ്പില്ലാതെ കൈ നീട്ടി വാങ്ങി നീ മനുഷ്യനെ ഓർത്താ എനിക്ക് നാണക്കേട് തോന്നുന്നേ. എടീ, നിർത്തിക്കോ. അവൻ ദൂർത്തടിച്ച് ചിലവാക്കിയ പണത്തിന് വേണ്ടിയിട്ടല്ല അവൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീ ഉണ്ടാക്കി വെച്ച ഭാരം തലേന്ന് ഒഴിവാക്കാന്. വാശി കാണിച്ചിട്ടല്ലേ? ആ കവിത അവർക്ക് കൊടുക്കുന്നോണ്ട് എന്തായിരുന്നു തടസ്സം? ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ പൊട്ട കവിത അന്വേഷിച്ചു വരുമോ? 3 ലക്ഷം രൂപയും സിനിമയിൽ പാട്ട് എഴുതാനുള്ള അവസരം കൊടുത്തു. പക്ഷെ ഇങ്ങനത് തട്ടിത്തെറിപ്പിച്ചു. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും തോന്നിയോണ്ടാകും മരുമോൻ ഇത്രയും ശൗര്യം കാണിച്ചത്. അത്രയും ധിക്കാരം കാണിച്ച ഒരാളെ എന്റെ ആഭരണങ്ങൾ കൊണ്ടുപോയി കടം വീട്ടണ്ട. എന്റെ ആഭരണങ്ങൾ ഇങ്ങോട്ട് താ. നീ അകത്ത് പോ. ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്? അമ്മ, അതങ്ങ് കൊടുത്തേക്ക്. ചില കാര്യങ്ങളെങ്കിലും വീണയ്ക്ക് നല്ല കണക്കുണ്ട്, അത് തെറ്റിക്കണ്ട. കൊണ്ടുപോയി വെച്ചോളൂ. ഹരി, നിന്റെ സ്വത്തുവകകളിലൊന്നും എനിക്ക് താല്പര്യമില്ല. നീ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ധിക്കാരം കൊണ്ടുണ്ടാക്കിയ കടം അത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം. വീട്ടണം. കാറും സ്കൂട്ടറും ഒക്കെ വിറ്റില്ലേ? അതും പോരാതെ വന്നാലേ ശരീരത്തിനകത്ത് വിറ്റാ വില കിട്ടുന്ന അവയവങ്ങളുണ്ട്. അതും കൂടെ കച്ചവടം ചെയ്തു നോക്ക്. എന്തൊക്കെയാ വീണ താനീ പറയുന്നേ? ഇത്രക്കൊക്കെ അപമാനിക്കാൻ ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? ഒന്നുമില്ലെങ്കിലും വഴി തെറ്റിപ്പോയ നിന്നെ ചത്തുപോകാതെ കാത്തില്ലേ?
ഈ നാടും നാട്ടുകാരും മുഴുവൻ കളിയാക്കിട്ടും നിന്നെ കൂടെ കൊണ്ട് നടക്കുന്നില്ലേ? അതിന് നന്ദിയെങ്കിലും കാണിക്കും. താൻ ആരോടോ ഇതൊക്കെ പറയാൻ? കൂട്ടുകാരനാണെന്നും പറഞ്ഞ് കേറി വന്നിട്ട് ഈ കുടുംബത്തിലുള്ളവരെ ഭരിക്കാൻ നോക്കണ്ട. പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും. എന്റെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കുന്നവരെ അനുസരിക്കാൻ എനിക്കിഷ്ടമല്ല. അവരെന്ത് അനുഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എടാ ഞാൻ ഇറങ്ങട്ടടാ. എടാ, അവള് പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? എന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ, അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ആ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കൂടെ ഒന്ന് നോക്കട്ടെ. അമ്മാവാ പോട്ടെ. ഇടാ മോനെ ഹരി. പോട്ടെ അമ്മാവാ. എന്തോ ഒരു ആപത്ത് നമ്മുടെ ഈ കുടുംബത്തെ ചുറ്റി കറങ്ങുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചു കഴിയുമ്പോൾ ഇനി പരീക്ഷിക്കണ്ട, വെറുതെ വിട്ടയ്ക്കാന്ന് ദൈവത്തിന് തോന്നും. അതുവരെ നമുക്ക് കാക്കാം. നിത്യയും ജീവനും അല്പസമയത്തിനകം ഇവിടെ എത്തും. അവരിവിടുന്ന് പോകുന്നത് വരെ ഒരാളുടെ ഭാഗത്തു നിന്നും ഒരപസ്വരവും ഉണ്ടാവാൻ പാടില്ല. നിത്യമോള് വരുന്നത് നമുക്കൊക്കെ സന്തോഷല്ലേട്ടാ. അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ചെയ്യും. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ പൊറുക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത്ര തന്നെ ജീവന്റെ മനസ്സിനെ പറ്റുമെന്നറിയില്ല. അതൊക്കെ നിത്യമോള് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ടാവും. അവള് മിടിക്കല്ലേ. ഏട്ട നോക്കിക്കോ, നമ്മളെ എല്ലാരെയും കാണുമ്പോ സന്തോഷത്തോടു കൂടി തന്നെ മോൻ പെരുമാറും. ജീവൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയാണെങ്കിലേ അത് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ ചിലതൊക്കെ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. അതൊന്നും പുറത്തെടുക്കരുതെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വല്യച്ച, എന്തായാലും വിവാഹം കഴിഞ്ഞതിനു ശേഷം നിത്യേച്ചിയും ജീവേട്ടനും ആദ്യമായിട്ട് വരല്ലേ. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവരിവിടുന്ന് തിരിച്ചു പോവും. ആ കാര്യത്തിൽ വല്യച്ചൻ പേടിക്കണ്ട. എന്റെ പൊന്നോ, ഒരു രാജ്യത്തിനോട് യുദ്ധം ചെയ്യാൻ പോലും ഇത്ര ആലോചന നടത്തിയിട്ടുണ്ടാവില്ല. ഇതിപ്പോ എത്ര നേരായി നിത്യ വരുന്നേ ജീവൻ വരുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള കൊലവിളി തുടങ്ങിയിട്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ചിരിയാ വരുന്നേ. ചിരി വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോയി ചിരിച്ചോളാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം, ഈ നിൽക്കുന്ന ആരെക്കാളും എനിക്ക് പ്രധാനം അവർ രണ്ടുപേരും തന്നെയാ. ഒരിക്കൽ കൂടി അവരുടെ മനസ്സ് വേദനിപ്പിച്ച എനിക്ക് പിന്നെ ആരോടും പൊറുക്കാൻ പറ്റില്ല. അച്ഛാ, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചക്കറികളും ഉണ്ട്, പിന്നെ എല്ലാ ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വരാൻ ഞാൻ ഇവനോട് പറഞ്ഞതാ. വരുന്നത് എൻ്റെ കുഞ്ഞും ഭർത്താവും അല്ലേ. ചെറിയച്ഛൻ എന്ന സ്ഥാനം വഴക്കുണ്ടാക്കാൻ മാത്രമല്ലല്ലോ, ഉത്തരവാദിത്തങ്ങളും ഇല്ലേ. ആ നളിനി, ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് ഭക്ഷണം ഉണ്ടാക്കാം. നാത്തൂൻ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും കൂടാം. ഏട്ടൻ പറഞ്ഞത് നളിനിയുടെ മനസ്സിൽ നല്ലോണം ഇരുന്നോട്ടെ.
നിത്യയും ജീവനും ഇവിടുന്ന് മടങ്ങുന്നത് വരെ ഒരക്ഷരം നീ സംസാരിക്കാതിരുന്ന അത്രയും നല്ലത്. എന്തായാലും ഏട്ടനോടും മോനോടുള്ള വൈരാഗ്യമൊന്നും എന്നോടുണ്ടാവില്ല. കല്യാണ മണ്ഡപത്തിലെ ഞാൻ ഗുണ്ടകളെ പോലൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. ഏട്ടാ, എന്റെയും മക്കളുടെയും ഉദ്ദേശം നല്ലതായിരുന്നെങ്കിലും അതിന് സ്വീകരിച്ച രീതി നല്ലതായിരുന്നു എന്ന് ഞാൻ പറയില്ല. വിവാഹമണ്ഡപത്തില് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് തെറ്റ് തന്നെയാ. എന്നിട്ട് നടക്കാനുള്ളതൊക്കെ നടന്നു. ആ നിമിഷം മുതൽ അതാണ് വിധി. അതാണിനി മുന്നോട്ട് പോകേണ്ടെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. എന്നെക്കൊണ്ടിനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇന്ന് മാത്രമല്ല, ഒരു കാലത്തും. എടാ, ഞാൻ പറയുന്ന വാക്കുകളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവാം. പക്ഷേ ഞാൻ നിൽക്കുന്നത് ഒരു ഉമിത്തിയില, അത് മറക്കരുത്. വാടാ. നാത്തൂനെ, എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ച് വിളമ്പി തരാം. കൊണ്ടുപോയി അങ്ങോട്ട് മുന്നിൽ വെച്ച് കൊടുത്തേക്കണം. ഞാൻ പോയി മുന്നിൽ നിന്നാലും ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അങ്ങനെയൊന്നും ആരും പറയില്ല. നളിനി ശ്രദ്ധിച്ചാ മതി. ഇതൊന്നും കൊണ്ട് കഴുകി തന്നെ. ഞാനോ? പിന്നല്ലാതെ. എന്ത് കഷ്ടാണമ്മേ. ഒരു കഷ്ടവുമില്ല, പോയി കഴുകൊണ്ട് വാടാ. ആഗ്രഹിച്ച പെണ്ണിന്റെ കല്യാണത്തിന് സാമ്പാർ വിളമ്പെന്ന് കേട്ടിട്ടുണ്ട്. അവര് വിരുന്ന് വരുമ്പോ ചിക്കൻ കഴിയണമെന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുക. അതെ, നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലേ നീ ഇവിടെ നിക്കണമെന്നില്ല. അമ്മാവൻ പറഞ്ഞ് ശരിക്ക് കേട്ടല്ലോ. എടുത്തോണ്ട് പോയി കഴിക്കൊണ്ട് വാടാ. ഓരോരോ ഗതികേട്, അല്ലാണ്ട് എന്ത് പറയാനാ. ദേ നളിനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിത്യയുടെയും ജീവന്റെയും കാര്യത്തില് ഏട്ടന്മാര് ഒരു മനസ്സാ. വെറുതെ പണി വാങ്ങിക്കാൻ നിക്കണ്ട. അയ്യാ, ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. ആരോരുമില്ലാത്ത തെണ്ടി ഞാനൊരാറടി മണ്ണിന്റെ ജന്മി. ഇങ്ങതായിട്ടാ, അത് മാറ്റി പിടിച്ചില്ലേ കറയോ. എന്താ വിമലേട്ടാ, കോഴിയോട് വല്ല ശത്രുതയും ഉണ്ടോ? അതെങ്ങനെയാടി? ഒരു കോഴിക്ക് വേറൊരു കോഴിയോട് ശത്രുതയല്ലല്ലോ, സ്നേഹമല്ലേ തോന്നുക. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏട്ടന് മനസ്സിലായോ? ഏട്ടനെ കൊന്നുകളയോന്നാ ഉദ്ദേശിച്ചേ. ആണോ വിമലേട്ടാ? നമ്മൾ തമ്മിലൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കണോ? അതേടാ, ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. നീ എന്നെ അങ്ങ് കുത്തി കൊല്ല് കൊല്ല്. എന്താടാ അമ്മേ, ഞാൻ ഇവിടെ മര്യാദക്ക് പണി എടുത്തോണ്ടിരിക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഇവർ എന്നെ വന്ന് കളിയാക്കുക. ഞങ്ങളൊന്നും പറഞ്ഞില്ല. വിമലേട്ടന് പണിയെടുക്കുന്നതിന് ദേഷ്യ. അല്ലെങ്കിലും എന്നെ കളിയാക്കലി ശ്രുതിക്ക് കുറച്ച് കൂടുതലാ. പിന്നെ കളിയാക്കേണ്ട കാര്യം പറഞ്ഞാ കളിയാക്കണ്ടേ? മതിയടി, മതി. എന്റെ മോന്റെ മനസ്സിലെ സങ്കടമുണ്ടല്ലോ, നിസാരൊന്നും അല്ല. നീയൊന്നും മനസ്സ് വെച്ചേരുന്നെങ്കിലേ ആ സങ്കടം തീർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മനസ്സ് വെച്ചാ വിമലേട്ടന് സങ്കടം തീരുവോ? അതെങ്ങനെ? അതെ, കാര്യം ഇവ മോഹിച്ചത് നിത്യേനയാ. നീയും സ്ഥാനം കൊണ്ട് മുറപ്പെണ്ണാണല്ലോ.
നീ അവനെ കല്യാണം കഴിക്കുകയാണെങ്കിലേ നമ്മുടെ കുടുംബം എന്നും ഇതുപോലെ തന്നെ നിൽക്കും. അമ്മായി സീരിയസ് ആയിട്ടാണോ? പിന്നെ അല്ലാതെ. എന്റെ പൊന്നമ്മായി, ഇത്തരം ആലോചനകൾ നടത്തുന്നതിനൊക്കെ നല്ലത് എന്നെ നിങ്ങളങ്ങ് കൊന്നേക്ക്. ഞാൻ ഒരു പരാതിയും പറയില്ല. ചിരിച്ചോടെ ചിരിച്ചോ. എന്നിട്ടേ ഇവക്ക് പറ്റിയ ഒരാളെ തേടി കണ്ടുപിടിക്കും. നിത്യക്ക് പറ്റിയ പോലെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ അങ്ങ് ചെന്ന് പെട്ടോളും. അതോടെ തീരുവളുടെ തുള്ളല്.